ഹലോ, വെൽക്കം ടു മൈ ചാനൽ ട്രെൻഡ്സ് ആൻഡ് വ്ളോഗ്സ്. അപ്പോഴുണ്ടല്ലോ കുറച്ച് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഓരോന്നും ബോഡി പെയിനും കാര്യങ്ങളൊക്കെയാണ്. ജോയിൻറ്റ് പെയിൻ, ബോഡി പെയിൻ, അങ്ങനത്തെ അസുഖങ്ങളാണ് കേട്ടോ എനിക്കിപ്പോൾ സ്ഥിരമായിട്ട്. ഒരു 40 കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് എൻ്റെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താണെന്നറിയോ, ഹോൾ വീഡിയോസ് ആണെങ്കിൽ നമ്മൾ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ മറ്റുള്ള വീഡിയോസ്, അതായത് ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ആ ഒരു വീഡിയോസ് ചെയ്ത് എനിക്ക് അതിനോടാണ് കൂടുതൽ ഇഷ്ടം ബേസിക്കലി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, കുറേ നാളായില്ലേ നമ്മൾ വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമുക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ അതിൻ്റെ പുറകെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സത്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അത് കുറച്ചും കൂടി ഒന്ന് നന്നാക്കി കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആക്ച്വലി നമ്മളുടെ ചാനൽ മോണിറ്റൈസ്ഡ് അല്ല, അപ്പോൾ അതൊന്ന് മോണിറ്റൈസ് ആവണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നന്നായിട്ടൊരു എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. ഇനി വരുന്ന നാളുകളിലും അതിന് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ ഒന്ന് പിടിച്ച് വരുമ്പോൾ ഒന്ന് പോകുമെന്ന് എനിക്കറിയില്ല, രണ്ടും കൂടി പിടിക്കാൻ നോക്കിയിട്ട് നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അത് കുറച്ചും കൂടി നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ട്. ഓക്കെ, സോറി. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് എന്താണെന്നറിയോ, നമ്മളുടെ H&Mൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ സുദിയോയിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുദിയോയിൽ പോയിട്ട് അവിടുത്തെ ഓഫേഴ്സ് നല്ല കിഡിലൻ ഓഫേഴ്സാണ്. അപ്പോൾ നല്ല കിഡിലൻ ഓഫേഴ്സാണ് സുദിയോയിൽ ഉണ്ടായിരുന്നത്. സുദിയോയിൽ, മാക്സിൽ, വെസ്റ്റ് സൈഡ്, പിന്നെ H&M, ഇത്രയും സ്ഥലങ്ങളിൽ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ട്രെൻഡ്സിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. റോസ്മോൾ വന്നിട്ടുണ്ട്, അതാണ് അവിടെ തിരുബഹളം. അവിടെ വേറെ 2 കുട്ടികളും കൂടി ഉണ്ട്. അവരിങ്ങനെ സ്കൂൾ വിട്ട് പോകുമ്പോൾ കുക്കീനെ കാണാൻ കയറുന്നത്. അപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അവൾ. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് ഉണ്ടായിരിക്കണേ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഞാൻ സുദിയോയിൽ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ പ്രാവശ്യവും സുദിയോയിൽ ഞാൻ പോകുമ്പോൾ നമ്മൾ നോർമൽ ഓഫേഴ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ആ സമയത്ത് പോകുന്നതും കുറച്ച് അമ്മയുടെ ചിങ്കാരിക്കിലി വന്നു. അമ്മയുടെ ചിങ്കാരിക്കിലി നമുക്ക് സർപ്രൈസും കൊണ്ടു വന്നിട്ടില്ലേ. ഞാൻ അവൾക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൾ എനിക്ക് സർപ്രൈസും കൊണ്ടുവന്നേക്കുന്നു. അപ്പോൾ എന്തായാലും പറയാം. അപ്പോൾ സുദിയോയിൽ നമ്മൾ നോർമൽ ഓഫേഴ്സ് കഴിയണതിൻ്റെ ആ സമയത്ത് ജനുവരി ഫുള്ള്, ഇനി ഒരു ജൂൺ ജൂലൈ മാസത്തിലാണ് സുദിയോയിലൊക്കെ നെക്സ്റ്റ് നല്ല ബിഗ് ഓഫേഴ്സ് ഉണ്ടാവുക. കാണിച്ചുതരാം. ഒന്നുമില്ല, ഉണ്ട് തുടങ്ങിയ മൈക്കാണത്. അപ്പോൾ നല്ല വലിയ ഓഫേഴ്സ് ആ സമയത്താണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ, എന്നിട്ട് അത് അവസാനിക്കുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും അതിൽ നിന്ന് നല്ല പ്രൈസ് കുറവായിട്ട് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഞാൻ ഇന്നിപ്പോൾ എന്തായാലും മാസാവസാനമായില്ലേ, അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഞാൻ പോകാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ കൂടെ ഓടി നടക്കുക എന്താണെന്നറിയാൻ വേണ്ടി. അപ്പം ഞാൻ വാവയ്ക്ക് ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വാവതേ അതിനേക്കാളും കിഡിലും സർപ്രൈസ് ആയിട്ട് വന്നിട്ടുള്ള മിടുക്കി കുട്ടിയാണ്. അമ്മയുടെ കുട്ടി അത് തട്ടിയിടരുത് സ്റ്റാൻഡ്. 2 സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്തിനാണെന്നറിയോ, ഒന്ന് എന്താ പറയുക, റണ്ണിങ് റേസിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ബോൾ പിക്കിങ്ങിനും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ബാവയ്ക്ക് റണ്ണിങ്ങിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മെഡലും ഉണ്ട് കണ്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മോളെ മര്യാദയ്ക്ക് ഒന്നിനും വിടാത്തതുകൊണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ അവൾ കുറേയും കൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്യും. ടീച്ചേഴ്സൊക്കെ എന്നോട് പറയാറുണ്ട്, കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അവൾ നന്നായി ചെയ്യുന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ മടി കാരണം ഞാൻ ചെയ്യിപ്പിക്കാത്തതാണ്. പക്ഷെ എന്നാലും അവളുടേതായ രീതിയിൽ അവൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ അവൾ ഇതുപോലെ ഓരോന്നൊക്കെ മേടിച്ചുകൊണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഉണ്ടാവും അത് എല്ലാ പ്രാവശ്യം എന്ന് പറയാൻ, ഇപ്പോൾ അവൾ LKGയിലാണ് ആക്ച്വലി പഠിക്കുന്നത്. പക്ഷെ അവൾ pre-KGയിൽ ഒരു 2 വർഷം ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് അവൾ നല്ല രീതിയിൽ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് വരുമായിരുന്നു. നല്ല ടേസ്റ്റ് ഇല്ലേ? അപ്പം ഞാൻ അയ്യോ അത് അവിടെ വെക്കല്ലേ, തട്ടിപ്പോവും. ഇതേ തട്ടുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് അപ്പം എന്തായാലും വാവ ഇത് കൊണ്ടുവന്ന സ്ഥിതിക്ക് വാവയ്ക്ക് സർപ്രൈസ് കൊടുക്കും. കണ്ണടക്കി പറഞ്ഞിട്ട് തുറന്നാൽ മതി. കൈ കാണിക്കി. ഒരു മിനിറ്റ് ഇട്ട് അതുകൂടെ കൊളുത്തി പിടിച്ച്. ഇഷ്ടപ്പെട്ടില്ലേ? നിനക്ക് ഇഷ്ടമാണല്ലോ. അപ്പൊ എന്താ, ഇത് ഇങ്ങനത്തെ ഒരു ഷൂ ആണ് കേട്ടോ. ഇത് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ വേറെ ഒരെണ്ണം ഉണ്ട് ഇവിടെ, നമ്മളുടെ ഹൾക്കിന്റെ കയ്യും ഉണ്ട്, ഹൾക്കിന്റെ കാലും ഉണ്ട്. കാല് മീൻസ് ചെരുപ്പും ഉണ്ട് കേട്ടോ അവൾക്ക്. അപ്പോൾ അതെ, എല്ലാം വേണം. അപ്പോൾ അവൾക്കത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഇത് നല്ല ഓഫറിന് കിട്ടിയതാണ്. അപ്പോൾ അത് കാരണമാണ് ഇത് വാങ്ങിച്ചത്. 1299 ആണ് ആക്ച്വലി ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നമുക്ക് 1000 കൊടുത്തില്ല, 700 നമുക്കിത് കിട്ടിയത് കേട്ടോ. 699 ഇതാണ് ഇതിൻ്റെ റേറ്റ് വരണേ. അപ്പോൾ ഞാൻ വെറുതെ കെട്ടഴിക്കാൻ വരട്ടെ, ആദ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എന്താ പറയുക, ഇതങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടാവെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. പൊന്നിന് ഇഷ്ടമായോ? ഇഷ്ടമായില്ലേ? ഏത് വാലും ഉണ്ടോ? അതൊന്നും അമ്മ കണ്ടില്ല.
മണ്ടൻ തന്നെ. അയ്യോ. അപ്പോൾ ഒന്ന് ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കുറച്ച് ദിവസമായിട്ട് ചേട്ടനുണ്ടല്ലോ, ചേട്ടന് ബ്ലാക്ക് ജീൻസ് ഇല്ലാട്ടെ. എൻ്റെ കയ്യിൽ 1-2 ഉണ്ട്, പക്ഷെ അത് വാഷ് ചെയ്യുന്ന തോറും 2 3 കണ്ടുണ്ട്, പക്ഷെ അതിങ്ങനെ ഫെയ്ഡായി ഇങ്ങനെ വരും കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, ഇങ്ങനെ ട്രെൻഡി ആയിട്ടുള്ളതൊന്നും അങ്ങനെ അധികം വാങ്ങിക്കാറുണ്ടായിരുന്നില്ല. ഞാൻ പൊതുവേ സ്കിൻ ഫിറ്റാണ്, പക്ഷേ എനിക്ക് സ്കിൻ ഫിറ്റ് ചില നേരത്ത് ഇടാൻ ഒട്ടും കംഫർട്ടല്ല കേട്ടോ. എനിക്ക് ആക്ച്വലി എന്ത് ഡ്രസ്സാണെങ്കിൽ കുറച്ച് ലൂസ് ഫിറ്റ് ഡ്രസ്സിനോടാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ചേട്ടന് ഇതേപോലെ ഞങ്ങളൊരു ഷോപ്പിൽ പോയിട്ട് H&Mൻ്റെ നല്ല ബ്ലാക്ക് ജീൻസ് കിട്ടി. അപ്പോൾ തൊട്ട് എനിക്കിങ്ങനെ അത് കണ്ടപ്പോൾ തൊട്ട് നല്ല കൊതിയുണ്ട്. ഞാൻ കുറേ പറഞ്ഞിട്ടാട്ടോ ചേട്ടൻ ബ്ലാക്ക് ജീൻസ് വൈഡ് ലെഗ് വാങ്ങിച്ചത്. പക്ഷേ ചേട്ടന് നല്ല രസമുണ്ടായിരുന്നു. പണ്ട് ചേട്ടൻ്റെ വൈഡ് ലെഗ് ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ അത് പറഞ്ഞിട്ട് അതിൽ നിന്ന് മാറ്റിയിട്ടാണ് സ്കിൻ ഫിറ്റിലേക്ക് ആക്കി. സ്കിൻ ഫിറ്റിലേക്ക് വന്നപ്പോൾ വീണ്ടും വൈഡ് ലെഗിലേക്ക് പോകണില്ല. ചേട്ടൻ അങ്ങനെയാണ്. അപ്പോൾ ചേട്ടൻ പോകണില്ല. പിന്നെ എൻ്റെ പോലെ അങ്ങനെ ഫാഷൻ ട്രെൻഡ് അങ്ങനത്തെ സംഭവം നോക്കില്ല. ഞാനും അങ്ങനെ നോക്കുന്ന ഒരാളൊന്നുമല്ല, എന്നാലും എനിക്ക് കുറേയൊക്കെ ഇഷ്ടമാണ്. ഓക്കെ, ട്രൈ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് എന്താ പറയുക, എന്നിട്ട് ഇന്ന് വെസ്റ്റ് സൈഡിൽ പോയപ്പോൾ, സോറി H&Mൽ പോയപ്പോൾ, എല്ലാം കൂടി വന്നിട്ട് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. H&Mൽ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു വൈഡ് ലെഗ് ജീൻസ് കിട്ടി. കണ്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകത, ആക്ച്വലി കുറച്ച് ദിവസമായിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, എന്നിട്ടാണെന്നറിയോ, ലോ വേസ്റ്റ് ജീൻസ് വാങ്ങിക്കണം എന്ന്, ലോ വേസ്റ്റ് ബൂട്ട് കട്ട് മേടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എന്താണെന്നറിയോ, ബൂട്ട് കട്ടിനുണ്ടല്ലോ, ഞാനിങ്ങനെ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കാലിൻ്റെ ഈ ഒരു കാലിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് വന്നിട്ട് ഇങ്ങനെ ഒതുങ്ങിയിട്ടാണ്. ആക്ച്വലി എനിക്ക് അപ്പർ ബോഡി, അതായത് ഓവർ ബസ്റ്റഡ് ആയിട്ടുള്ള ബോഡി ഷേപ്പാണ്. ഇവിടെ വരെയൊക്കെ കുഴപ്പമില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം കമ്പാരിറ്റീവ്ലി ഭയങ്കര, അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ തിരിച്ചു വെച്ച പോലത്തെ ഒരു ബോഡി ഷേപ്പാണ് എൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജിമ്മിലൊക്കെ പോയിട്ട് ഈ ഭാഗമൊക്കെ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് ബൂട്ട് കട്ട് ഇട്ടാലാണ് കുറച്ചും കൂടി നന്നാവുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഒരുപാട് കുട്ടികളെ ബൂട്ട് കട്ട് ഇട്ട് നടക്കുക കണ്ടപ്പോൾ നോക്കിയപ്പോൾ അവരുടെയൊക്കെ അങ്ങനത്തെ ബോഡി ഷേപ്പ് ഉള്ളവർക്ക് ഭയങ്കര സൂപ്പറാണ്. ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എന്നിട്ട് ലോ വേസ്റ്റും അതാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് എനിക്ക് കിട്ടിയത് വൈഡ് ലെഗ് വിത്ത് ലോ വേസ്റ്റ് ആണ് കേട്ടോ. പക്ഷേ ഐ ആം വെരി ഹാപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഇട്ടപ്പോൾ നല്ല കംഫർട്ട് ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള സാധനങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ്. ആക്ച്വലി ഇത് കുറേ നാളെന്ന് വെച്ചാൽ ഒരു 2-3 വർഷമായി ഞാൻ ഈ സാധനം നോക്കി നടക്കാന്ന് വെച്ചാൽ വില കുറഞ്ഞ് കിട്ടാനായിട്ട് നോക്കി നടക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ കാര്യം. അപ്പം ഈ സംഭവം കേട്ടോ, ഇത് നമ്മളുടെ റെക്സിൻ പോലത്തെ ഒരു ഫാബ്രിക്കാണ്. കണ്ട, ഇതൊരു മാറ്റ് ഫിനിഷാണ്. ആക്ച്വലി ഇതിൻ്റെ എന്താ പറയുക, ഗ്ലോസി ഫിനിഷ് അവിടെ ഉണ്ടായിരുന്നു മുമ്പൊക്കെ. പക്ഷേ അത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒട്ടും പാകാവില്ല. ഞാൻ കുറച്ചും കൂടി തടി വെച്ചിട്ടുണ്ട്, മുഖമൊക്കെ കവിളൊക്കെ ഇങ്ങനെ ചാടി അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒട്ടും പാകാവില്ല. പക്ഷേ ഇതൊരു മാറ്റ് ഫിനിഷും കുഴപ്പമില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ഒരു കുറച്ച് ക്രോപ്പ് ടോപ്പ് ടൈപ്പ് ഓഫ് ഒരു ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ, ഇത് ടോപ്പുകളുടെ കൂടെ ഇത് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിനും ആക്ച്വലി പ്രൈസ് വന്നിട്ട് 2299 രൂപയാണ്. 1299 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് സൂപ്പർ ഹാപ്പിയാണ്. കാരണം ഞാൻ ഇതിപ്പോൾ പോയതേ ഉള്ളൂ, വെറുതെ ഒന്ന് പോയതാ. പക്ഷേ സുതിയൊന്നും ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇവിടെ ഇറങ്ങിയ വഴിക്ക് എനിക്കിത് കിട്ടി. ഓക്കെ, ഇനി വരുന്നത് വേറെ 2 ഡ്രസ്സാണ്. എന്തായാലും 2 കാണിച്ച് നിർത്തണ്ടല്ലോ വെച്ചിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. ഞാൻ മടക്കണ്ടേ, അതാണ് എൻ്റെ വിഷമം. ഇതൊരു ജസ്റ്റ് ഒരു ഉടുപ്പാണ് കേട്ടോ. ഇത് വെറുതെ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഒരു റയോൺ ഫാബ്രിക്കിൽ വന്നിട്ട് ഇങ്ങനെ ഗോൾഡൻ കളർ പ്രിൻറ്റുകൾ വരുന്നുണ്ട്. ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ പ്രിൻ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് സെയിം മെറ്റീരിയലിൽ 2 ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ഈ മജന്ത ഷെയ്ഡ്, പിന്നെ വന്നിട്ട് ഒരു പീകോക്ക് ബ്ലൂ കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ലൈൻ്റെ അവിടെ ഇങ്ങനെ ഒരു എലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പോലെയുള്ളവർക്ക് ഇത് അത്ര സ്യൂട്ട് ആവില്ല. കാരണം എന്താണെന്നറിയോ, ഓവർബസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ വേസ്റ്റ് ലൈൻ്റെ അവിടെ കുറച്ച് വീതിയുള്ള എലാസ്റ്റിക് വന്നു കഴിഞ്ഞാൽ ഈ സൈസ് കുറച്ചും കൂടി എടുത്ത് കാണിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ, ഇതിനിങ്ങനെ ഫ്രിൽസ് ഉള്ള സ്ലീവ് വരും, പക്ഷേ എന്നിട്ട് അടിഭാഗം ഇങ്ങനെ ലൂസാണ്. കണ്ടോ, എനിക്കിതിങ്ങനെ റെഗുലർ യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് എനിക്ക് മാക്സിൽ നിന്ന് കിട്ടിയതാണ്. ഇതിനെന്തോ ഓഫർ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് കുറവുണ്ടായിരുന്നു കേട്ടോ. കണ്ട, ഇതാണ് കേട്ടോ കളർ വരുന്നത്. ഓക്കെ, ഇത് പിന്നെ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ജംസ്യൂട്ട് എന്ന് പറഞ്ഞെങ്കിൽ പ്രാന്ത്. അത് എനിക്ക് എന്ത് ടൈപ്പ് ഓഫ് ജംസ്യൂട്ട് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനേക്കാളും ഇതിന് വേറൊരു ഇഷ്ടം വരാൻ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇത് കണ്ട, ഈ പ്രിൻ്റ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും മടക്കി വെച്ചാൽ കുറച്ച് നാളിരുന്നാൽ. കണ്ടോ, ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയോ അതിൻ്റെ മുമ്പത്തെ ആഴ്ച വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിന് അതിൻ്റെ തന്നെ സെയിം പ്രിൻ്റാണ്. ഇത് കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ. അത് റയോൺ ആണ്, ഇത് കോട്ടൺ.
റയോൺ അല്ല, ഇത് സ്ലബ് കോട്ടൺ ആണ് കേട്ടോ. ഈ പിങ്ക് വന്നിട്ട് സ്ലബ് കോട്ടൺ ആണ്. ഇത് വന്നിട്ട് റയോൺ പ്ലസ് കോട്ടൺ. കോട്ടൺ ആണ് പക്ഷെ കൂടുതൽ കേട്ടോ. അങ്ങനത്തെയാണ്, നല്ല ലൂസുള്ള. ഇതൊരു 3/4 ലെങ്ത്തേ ഉള്ളൂ കേട്ടോ, ഫുൾ ലെങ്ത് ഇല്ല അതിൻ്റെ ഇറക്കം. ഓക്കെ. പിന്നെ എനിക്ക് ജംസ്യൂട്ട് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ട, വളരെ കംഫർട്ടാണ്. നമുക്ക് അവിടെ കാണുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്, അങ്ങനത്തെ എല്ലാ സമയത്തും നമുക്ക് എല്ലാ ഡ്രസ്സുകളും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ എവിടെയെങ്കിലും കംഫർട്ട് വെയർ ആയിട്ട് ഇട്ടിട്ട് പോകണമെങ്കിൽ ഇത് അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എനിക്ക് ഇഷ്ടപ്പെടാൻ വേറൊരു കാരണം, ഇതിന് കോളറുണ്ട്. എനിക്ക് കോളർ ഡ്രസ്സുകൾ ഇഷ്ടമാണ്. ഈ കോളറല്ല, എനിക്കിഷ്ടമുള്ളത് വേറെ കോളറാണ്. എങ്കിൽ പോലും ഇതിന് കോളറുള്ളതുകൊണ്ട് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും ഈ പറഞ്ഞ പോലെ വെറുതെ നടക്കുമ്പോൾ വെറുതെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാം. പക്ഷെ വല്ലാണ്ട് കഴുകി ഇതിൻ്റെ പ്രിൻറ്റും പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൂക്ഷിച്ചും കണ്ട് കഴുകണം. പിന്നെ ഈ ഗ്രീൻ ചിലപ്പോൾ ഒന്നും കൂടി നല്ല ഫെയ്ഡ് ആവാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഡ്രസ്സുകളാണ് ഞാനിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ എന്താ വാങ്ങിച്ചത്, വേറെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊന്നും വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ട് വയ്യ. നിങ്ങൾക്ക് ഇനി കാണണം എന്ന് പറയുകയാണെങ്കിൽ ആരെയും കമൻറ്റ് ചെയ്താൽ ഞാൻ ഇടാം. അല്ലാണ്ട് എന്നെ കൊണ്ട് വയ്യ. കാരണം അതൊക്കെ ഓൾറെഡി കൊണ്ടുവന്നിട്ട് ഞാൻ മടക്കി വെച്ചു. പിന്നെ കുറേ ജ്വല്ലറി ഐറ്റംസ് ആണ് വാങ്ങിച്ചത്. കമ്മൽ, അത് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഈ പറഞ്ഞ പോലെ അത് ഞാൻ തന്നെ ഒതുക്കി വെച്ചിട്ടില്ല. ഒക്കെ ഞാൻ അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന ഒരു ഇതിലിങ്ങനെ തള്ളിയേക്കുക, ഒരു ഡ്രോവറിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുക. ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇനി അതൊക്കെ ഇനി കറക്റ്റ് ചെയ്യണം. ആ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. എല്ലാം ഒന്ന് ഓർഡർ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ വേറെ അങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല. വലിയ കുഴപ്പമില്ലാണ്ട് പോകണമെന്ന് പറയാനേ പറ്റുള്ളൂ. അല്ലാതെ അതർവൈസ് ഞാൻ കുറച്ച് ഹെൽത്ത് വൈസ് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എൻ്റെ പൊന്നോ, എൻ്റെ തൊണ്ടയ്ക്ക്. ഇപ്പം ഞാൻ ഇത്തിരി നേരം സ്ട്രെയിൻ എടുത്ത് ഉറക്കെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വലിയ മൈക്കുള്ളപ്പോൾ ഇവിടെ ഉറക്കെ സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഉറക്കെ സംസാരിച്ചതൊരു ശീലമായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കുറേ നാൾ ഞാൻ ശബ്ദം താഴ്ത്തി സംസാരിക്കാനായിട്ട് നന്നായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അധികം സംസാരിക്കാതിരിക്കാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെ വേറെ ആരുമായിട്ട് അങ്ങനെ ഫോണിലൂടെ ഒന്നും ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് കാരണം ഞാൻ അധികം സംസാരിക്കാറില്ല. അങ്ങനെയൊക്കെ വെച്ചിട്ട് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെ ഇരുന്ന് അലയ്ക്കാൻ തുടങ്ങിയ വഴിക്ക് എനിക്ക് തൊണ്ടയ്ക്ക് ഇത്തിരി നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, തൈറോയിഡിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്, കഷ്ടമുണ്ട് കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണോ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കാണുന്നത്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കഴിയുന്നതും എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണല്ലോ സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. പിന്നെ നിങ്ങൾ വിചാരിക്കും സബ്സ്ക്രൈബ് ചെയ്താലും ഇല്ലെങ്കിൽ വീഡിയോ കാണണ്ടല്ലോ എന്നല്ലേ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ അങ്ങനെ ഒന്നിനും കമ്പലിയില്ല. എനിക്ക് അങ്ങനെ ഭയങ്കര നിർബന്ധ ബുദ്ധിയൊന്നുമില്ല ആ കാര്യത്തിൽ. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, എന്നാലും എൻ്റെ ഭാഗത്ത് നിന്ന് പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഹോൾ വീഡിയോസ് അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങൾ ഓർഡർ ആക്കി വെക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോയും കൂടി ഇടാം കേട്ടോ. കാരണം പുറത്ത് പോയി വീഡിയോ എടുക്കൽ നല്ല ചൂടാണ്. നോക്കട്ടെ പറ്റുന്നുണ്ടെങ്കിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തൊട്ട് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ജിമ്മിൽ പോകണം, ട്രെയിൻ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ട്രെയിൻ ചെയ്യാന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ടുള്ള ട്രെയിനിങ് ഒന്നുമില്ല, പക്ഷേ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ പറ്റുകയാണെങ്കിൽ ഞാൻ അപ്ഡേഷൻ ചെയ്യാം. ഓക്കെ, അത് ഈ ചാനലിലല്ല, മറ്റേ ചാനലിലാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോസ് ഇടുന്നുണ്ട്. മൈ ഹാപ്പിനെസ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൽ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മളുടെ അതിൽ ഈ പറഞ്ഞ പോലെ ഡെയിലി ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ പുറത്ത് പോകുന്ന വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ച്. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ ഇതുണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല ഞാൻ അപ്പോൾ വീഡിയോസ് എഡിറ്റ് ചെയ്തിടാത്തതുകൊണ്ട് എൻ്റെ ഫോണിൽ സ്പേസ് ഫുള്ളാവും. കുറച്ച് മടിയൻ മല ചുമക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടി പിന്നെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ച് എന്തായി ഇപ്പോൾ കുറേ ആയി. അപ്പോൾ ഒരുപാടാകുമ്പോൾ വീണ്ടും നമുക്ക് മടി കൂടും. അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതൊക്കെ മാറ്റണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ എൻ്റെ ഫോണിൽ പുതിയ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ക്യാമറയും കൊണ്ട് നടക്കാനൊന്നും വയ്യ. കാരണം അതും സൂക്ഷിക്കണം, ഫോണും സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.